എന്താ സാവേജ് ഇപ്പഴാണ് നീ വന്നേ? ഹലോ മിണ്ടുന്നില്ലട്ടാ, അവൻ മിണ്ടുന്നില്ല. ഞാൻ ഇറങ്ങിന്ന് വിചാരിച്ചു. എന്നെ ഇവിടെ പ്രതീക്ഷയില്ലാട്ടെ ഈ സമയത്ത്. ഹലോ, എന്താടാ രാത്രി 1:10 സിറ്റിയില്? കുറച്ച് ഇപ്പൊ കേറിയതേ ഉള്ളൂ. നിനക്ക് ആ മെക്കാനിസം പിടികിട്ടിയല്ലേ? ലേറ്റ് നൈറ്റ് വന്നാലേ പെണ്ണ് തെറ്റാവുന്നുള്ള. അറിയാമോ? ആ അതെ 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 അതെടാ, ഞാൻ കാണാറുണ്ട്. ഒരു കൊച്ചുമായി അവരൊരു മോന് എടാ പോടാ, അന്ന് ഇവനാണ് ശരിയായി പോയി. അന്ന് ഇവരില്ല എല്ലാ പെണ്ണിനെ പ്രപ്പോസ് ചെയ്യും, പക്ഷെ സെറ്റ് ആവുന്നില്ല. എന്റെ പുറത്ത് സിംഗിൾ എന്ന് പറഞ്ഞ നടക്കും. അതെ അതെ ഇപ്പൊ നൈറ്റാ കയറണത്. ഉസ്മാന്റെ പാട്ട് കേട്ടായിരുന്നു? ഇല്ല, ഉസ്മാൻ പാടുവോ? 2 ദിവസം മുമ്പില്ലേ ഉസ്മാൻ ഒരു കിടിലെ പാട്ട് പാടി. എല്ലാം പാട്ടായിരുന്നു. അതെ, ഞാനൊക്കെ ഇങ്ങനെ ഞെട്ടിപ്പോയി. ഉസ്മാൻ നമ്മുടെ വണ്ടിയിൽ വേറെ ആരായിരുന്നു നമുക്ക് കൊണ്ടുപോയി കാണും. അവനെ കൊണ്ടുപോയപ്പോ മറ്റവൻ പോയി. എന്നാ വേറെ സംഭവം വെച്ചാൽ ഈ ടൈമില് വില്ലുമോൻ പൂക്കി തുളസിയായിട്ട് വരുവണ്ണ. അണ്ണാ റിസോർട്ടില്ലേ പോയപ്പോ പറയാ മുടിയൊക്കെ നീട്ടിക്കെട്ടി അണ്ണ ഒരിടക്ക് വില്ലുമോൻ 100 കോടി ഗ്യാങ് ഫണ്ട് എന്നത് ഓർമ്മയുണ്ട് അണ്ണന്? ഉണ്ട്. ആ ഇപ്പൊ മനസ്സിലായി. നമ്മ രാത്രി കയറാൻ തുടങ്ങിയപ്പോഴല്ലേ മനസ്സിലായത്. ഇതും കെട്ടിട്ട് സമയമാകുമ്പോ വരും. തുളസി എന്നും പറഞ്ഞു ചന്ദ്രനെ റിയൽ ലൈഫിൽ കണ്ട് പഠിച്ചതാണത്. അല്ലാതെ എന്തിന്. എടാ ഞാനൊരു കാര്യം പറയട്ടെ. എന്താ അയ്യോ, ഞാൻ എന്തോ ചോദിക്കാൻ വന്നായിരുന്നു. ആ എടാ, ഇവിടെ ഗ്രൈൻഡിങ് ചെയ്യാൻ ഏറ്റവും നല്ലത് ഏതാ? ട്രക്ക് ജോബാണ്, പക്ഷെ ലെവല് കൂട്ടി വെച്ചാ നല്ലതാണ്. ഏതാണ് ലെവല് കൂട്ടണം, പക്ഷെ ലെവല് കൂട്ടാൻ കുറച്ച് പാടാണ് ട്രക്ക് ജോബിൽ. ആദ്യം ട്രക്ക് ജോബ് അല്ലേ? അതെന്ത് വണ്ടി ചുമ്മാ ഓടിച്ചുകൊണ്ട് എടുത്താ മതിയോ? ഓടിച്ച് ഡെലിവറി ആയിട്ട് തിരിച്ചുകൊണ്ടിരണം. പണിയാണ് പക്ഷെ ലെവല് കൂട്ടാൻ. ഈ ടൈമിലൊന്നും കേറരുത് തന്നെ. ഈ ടൈമിലൊക്കെ ഭയങ്കര കൊറേ അതെ, കൊറേ ആൾക്കാരാണ്. ട്രക്ക് പോണണ്ടല്ലേ ട്രക്ക്. ഒരു ദിവസം ബർഗർ ഷോട്ടിൽ പോണോ നമുക്ക്? ഓ പോടാ. അണ്ണാ ഞാൻ പോയപ്പോഴല്ലേ ഉസ്മാൻ പറയാ എന്തൊക്കെ ഉണ്ടോ ചോദിച്ചപ്പോ കാളയുണ്ട്, ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടെന്ന്. ഫ്രഞ്ച് എന്താ രാത്രിയില്? ഞാൻ നോക്കുമ്പോ രാത്രിയിൽ പതിവില്ലാത്ത കൊറേ ആൾക്കാരെ കണ്ടതുകൊണ്ട് ഞാനും ഒറ്റക്ക് സൂചിച്ചാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഞാനും കൂടെ ആ മെക്കാനിസം ഞാൻ കണ്ടുപിടിച്ച ഇപ്പൊ ലൈറ്റ് നൈറ്റ് വന്നാലേ ഇവിടെ സിറ്റിയിലെ പെണ്ണുങ്ങളെ കിട്ടത്തുള്ളല്ലേ? അതെ 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 അതെ, അത് ഞാനും മനസ്സിലാക്കി സത്യം ആണല്ലേ. ഓ, പെണ്ണുപിള്ളെ കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുവിട്ടല്ലേ? പിന്നെ ഈ സമയത്ത് ഇവിടെ വന്നിരിക്കുന്നതാണ് മനസ്സിലാവൂലേ? നമുക്ക് വേണ്ട മാസം വരെ ഒരു റിലാക്സിങ് ജീവിതമൊക്കെ. അതെ അതെ അതെ. അപ്പൊ ഞങ്ങള് ഇപ്പൊ മുതുക്കിലൊക്കെ പോയപ്പോ മുതുക്കില് പക്ഷെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞ അപ്പൊ ഉണ്ടല്ലോ, ഈ ഡ്രസ്സ് ഇട്ട് ഇവന്മാരെല്ലാം മുതുക്കിൽ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ 1000 പേര് വരും, ആണുങ്ങളെല്ലാം. പിന്നെ ഈ പെണ്ണുങ്ങളെ ഒന്നും കാണാൻ പറ്റത്തില്ല. അപ്പൊ അതാ പ്രശ്നം. ഈ ഡ്രസ് മണ്ടം വരെ പോയി ഡ്രസ് ഇവന്മാരെ സിറ്റുവേഷൻ എടുക്കാൻ വേണ്ടി അറിഞ്ഞുകൊണ്ടിട്ടതാണ്. പിന്നെ അതെ, വേറൊരുത്തൻ ഞങ്ങളുടെ കൂടെ പോലും ഇല്ലായിരുന്നു. കഴിഞ്ഞ 4.5 മണിക്കൂറായിട്ട് ഇവ മുതുക്കിന്ന് ഒലിപ്പിക്കാനാണ്. സിംഗിൾ മറ്റേ നെടുമ്പള്ളി ഫാമിലി ഒക്കെ ഉണ്ട് ഇവിടെ. നെടുമ്പള്ളി സിഗ്മയുടെ കൂട്ടാണ് അണ്ണൻ കയറി. പ്രശ്നമാ പ്രശ്നങ്ങളാണ് മൊത്തത്തിൽ. പ്രശ്നങ്ങളാണ്. പക്ഷേ സ്നൈപ്പൊക്കെ താടിയൊക്കെ ഓടിച്ചല്ലോ. എന്താ നിരാശ മാറിയോ? ഇന്നലെ വീണ്ടും തെറ്റ്. കറങ്ങിട്ട് വരാം. ഡ്രസ് മാറിട്ട് വരാൻ തുണി മാറിയിട്ട് വരാം. ഞാൻ പോവാൻ തുടങ്ങിയതായിരുന്നു. ഇങ്ങനെ വാസവൻ ഉള്ളപ്പോ വാസവൻ എന്തിനാ വിഷമിക്കുന്നത്? അപ്പം സെറ്റ് ആക്കി തരത്തില്ലേ? എത്ര എണ്ണം വേണം? 1 2 3. നമുക്ക് ഈ പെണ്ണുങ്ങളെ കിട്ടിയില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ആണുങ്ങളെ കൂടെ നോക്കാം. ഡ്രസ് പറഞ്ഞ പോലെ. ഹലോ ഹലോ
ചേട്ടാ കിച്ചു ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അല്ല ചേട്ടന്റെ ഡ്രസ്സ് കൊള്ളാം കേട്ടോ, ചേരുന്നുണ്ട്. അത് പറയാൻ വിട്ടുപോയായിരുന്നു. താങ്ക് യു കിച്ചു, താങ്ക് യു സോ മച്ച്. ശരി ചേട്ടാ, ശരി. ഇപ്പൊ പിടികിട്ടി, നാടൻ ഡ്രസ്സിങ് ആണ്. എന്റെ അമ്മ പാലക്കാട്, അച്ഛൻ കണ്ണൂര്, ഞാൻ ക്രോസ് അല്ല മിക്സ്. മിക്സ് മിക്സ് സംസാരം തിരുവനന്തപുരം. അതെന്താ അങ്ങനെ? ആര്? ഞാൻ സംസാരിക്കുന്ന കണ്ണൂരും പാലക്കാടും, എന്റെ അച്ഛനും അമ്മ അങ്ങട്. ഞാനിത് കേട്ടിട്ട് വയനാടാ. ആന്നാ? നിങ്ങൾ മറ്റേ പള്ളി തൂങ്ങിട്ട് വയനാടുള്ള പണ്ണിക്കളെ കേട്ടോ അതിന്റെ. വയനാടൊന്നും ഓന്റെ പേര് നാരായണൻ തമ്പി. ഓ അതായിരുന്നു തമ്പി. ഓ അല്ലാട്ടാ. ഓ അല്ലല്ലേ. ഇവരുടെ ഭാഷ പറയാൻ ഭയങ്കര പാടാ കേട്ടാ. അതുപോലെ ചപ്പ ചപ്പ എന്ന് പറയുന്നത്. ചപ്പ ചപ്പ അല്ല ചപ്പ ചപ്പ ചൊപ്പ. അങ്ങനത്തെ പൊലകെട്ട പറയില്ല. ചൊപ്പ എന്ന് പറഞ്ഞ എന്താ? ചപ്പ എന്ന് പറഞ്ഞേ നീ പാലക്കാട് കണ്ടൊരു ക്രോസ് എന്നാണ് പറഞ്ഞത്. മിക്സ് മിക്സ് എന്ന് പറഞ്ഞത്. ചപ്പ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അറിയാത്തവരൊക്കെ ഏട്ടാ അത് പറയല്ലേട്ടാ, ഭയങ്കര മോശം. ഏട്ടാ ചപ്പല്ലാട്ടാ, ചൊപ്പയെന്നാണ്. ചപ്പ എന്ന് പറഞ്ഞേ, നീ കേട്ടില്ലേ? അത് തെറിയാണോ? പ്രായമുള്ളതല്ലേ? അതെന്താടാ ഇത്? അർത്ഥം ചോദിച്ചോ ഇടക്ക്. വേണ്ട വേണ്ട വേണ്ട, അതിനർത്ഥം അറിയണ്ട. ഡ്രസ് പറയായിട്ട് വരാം. അപ്പൊ ഒരു മിനിറ്റ്, നിങ്ങൾ ഡ്രസ് മാറിട്ടോ. ഇതാരാ? ഹലോ ഹലോ ഹലോ, ഇതാരാ? വാസനാണോ? അതെ. കുറച്ചൊരു ടെൻഷൻ ഉണ്ട്, അതുകൊണ്ടാണ് പിന്നെ മെസ്സേജ് അയച്ചത്. എന്താണ് എന്ത് പറ്റി? ഒരു ദിവസം മറ്റേ എരി വിദ്യാലയത്തില് ഇനോഗ്രേഷൻ നടന്ന ഓർമ്മയുണ്ടോ? ആ, അന്ന് ഒരാള് നല്ല ബാസ് കൂടിയ സൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ വിളിച്ചിട്ട് അത് ഞാനായിരുന്നു കേട്ടാ. ഒടുവിൽ കുറ്റസമ്മതം നടത്തിയല്ലേ? അല്ലോ, എനിക്കറിയത്തില്ലായിരുന്നു ആ സൗണ്ട് അങ്ങനെയാണെന്ന്. ഏത് സൗണ്ട്? അങ്ങനെ സൗണ്ട് കൂടിയെന്ന് അറിയത്തില്ലായിരുന്നു. എന്നാലും അവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് കിടന്ന് അലറാൻ പാടുണ്ടോ? അറിയറിയതല്ല, മറ്റുള്ളവർ കൂപ്പിക്കപ്പോ ഞാൻ അണ്ണാന്ന് വിളിച്ചു, അതുകൊണ്ടാ. പേരെന്തിര്? ഷെയ്ഖ് ഹലാൽ. ഷെയ്ഖ് ഹലാൽ. അതെ അതെ. എവിടെ ഷെയ്ഖ് എന്ന് പേരിടാനുള്ള കാര്യം? ഞാൻ ഒരു ബിസിനസ്സിനായിട്ട് വന്നതാ. ബിസിനസ് പുറത്തായിരുന്നോ? അതെ അതെ. ഇവിടെ വന്നിട്ട് ഇവിടെ കൂടി, പുറത്ത് താല്പര്യമില്ല ഇനി പോവാൻ. മടുത്തല്ലേ? അതെ, വടുത്ത് വടുത്തു. അവിടെ ഫുള്ള് ചൂട്. ഇപ്പൊ ഇങ്ങനെ ഒരു കുറ്റസമ്മതം നടത്താനുള്ള കാരണം? ഇപ്പഴാ വന്ന് ഇത്ര ദിവസം ഇല്ലായിരുന്നു, സിറ്റിയിലില്ലായിരുന്നു. അതെ അതെ. കുറ്റസമ്മതമില്ല, ഞാൻ അറിയാതെ ഒരു കാര്യം ചെയ്തു. കുഴപ്പമില്ല കുഴപ്പമില്ല, അതിപ്പോ നമ്മൾ വലിയ പ്രശ്നമായിട്ട് എടുത്തിട്ടില്ല. അത്രയുള്ളൂ. ഡബ്ല്യു. ഓക്കെ ഓക്കെ, എവിടെയെങ്കിലും വെച്ച് കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഓക്കെ. ഇതൊക്കെ ആരാ രാത്രിയില്? മനസ്സിലാവുന്നുണ്ടല്ലേ ഭാഷയെല്ലാം? മനസ്സിലാവുന്നുണ്ട് മനസ്സിലാവുന്നുണ്ട്. ഇന്ന് എന്തൊക്കെ ക്യാരക്ടേഴ്സ് വന്നല്ലേ ഈ വന്നോണ്ടിരിക്കല്ലേ? ഉസ്മാനാണ് അണ്ണാ, ശല്യപ്പെടുത്തുന്നുണ്ടോ? എന്താടാ? അല്ല, അണ്ണൻ ഇങ്ങനെ കൊറേ മെസ്സേജ് വരുന്ന ഞങ്ങളെ നോക്കിയേ. ഞാൻ മെസ്സേജ് വരുന്ന വേറൊന്നും അല്ല എന്റെ അമ്പത്തൂര്. ഈ 333 എന്ന് പറയണത് ഈ സിറ്റിയിൽ ഒരു മുതുവള്ളി മറ്റേ നന്ദുക്കുട്ടന്റെ കയ്യിലായിരുന്നു ഈ നമ്പർ. നന്ദുക്കുട്ടനാണെന്ന് ചോദിച്ചാൽ നാട്ടുകാർ മൊത്തം വിളിക്കും. എന്തിന് പറയാൻ, അവനാണ് ഗ്യാങ്ങിൽ കളിക്കണ പയ്യ. അവൻ വള്ളി എടുത്ത് വെച്ചിട്ട് ഇന്നലെ ഫോണിൽ വിളിച്ചിട്ട് തള്ളക്ക് വിളിച്ചിട്ട് പോയി. അണ്ണന് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു.
കാരണം ഇങ്ങനെ പാട്ടൊക്കെ പാടി പോകുന്നു റൊമാൻറ്റിക് നീയൊക്കെ എന്താ ഈ കണ്ണാടി വെച്ചേക്കണം? ആശയം നിന്റെ അടുത്താരും പറഞ്ഞു ഈ കണ്ണാടി വെക്കാൻ? ഞാൻ പണ്ടോട്ടേ കണ്ണാടിയാ. എടാ ഞാൻ ഒരു സാധനം ഇത് എന്റെ കണ്ണാടിയാ, ഇത് എല്ലാരും എന്തിനാ ഇത് വെച്ചിരിക്കണേ? കൊള്ളൂല്ല വേറെ എല്ലാരും എന്റെ മാസ്ക് മാറ്റണം, എന്റെ മാസ്ക് എല്ലാരും അത് പറ്റത്തില്ല. ഇനിയിപ്പോ എന്നാ ഞങ്ങളുടെ റോൾ മോഡൽ അതുകൂടി മാറ്റാൻ പറയണം. എടാ എന്റെ ഫോണിലൊന്നും ആരും വിളിക്കുന്നുമില്ലടാ. ഞാൻ നിങ്ങളുടെ അടുത്തൊന്ന് മാറി നിന്ന് സംസാരിക്കണത് എന്തിനാ? അല്ല എന്തിനാ? വെറുതെ അല്ലാതെ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യണ്ട. ഞങ്ങള് ഇങ്ങനെ സന്തോഷിക്കുന്നോട് ചോദിച്ചെണ്ണ അറിയാനൊരു ആഗ്രഹം. അറിയാൻ ആഗ്രഹം അണ്ണന്റെ ഈ സന്തോഷം അണ്ണന്റെ ഒരു ചിലരൊക്കെ സംസാരിക്കുന്ന ഇങ്ങനെ ഇങ്ങനെ ഒരു നാണമൊക്കെ കാണുന്നത് അത് അണ്ണന് തോന്നി ഞങ്ങൾക്ക് ചോദിക്കുന്നുണ്ടെണ്ണ. നാണം വരാൻ എന്താണോടാ? അങ്ങനെ നാണം വരാനൊക്കെ ഉണ്ടായിരുന്ന രാത്രി ഈ സമയത്ത് ഞാൻ സിറ്റി നിൽക്കുവോ? ഞാൻ എന്നും 10-11 മണിയാകുമ്പോൾ വണ്ടി ഫാക്ടറി പോകുന്നതല്ലേ. രാത്രി 1:21 സിറ്റി നിൽക്കേണ്ട കാര്യമുണ്ടോ എനിക്ക്? പക്ഷെ അന്നേരം ഇന്നല്ലേ ട്രിക്ക് മനസ്സിലായത്. ട്രിക്ക് എനിക്ക് കുറച്ച് ദിവസം മനസ്സിലായതാണ്. പക്ഷെ സമയം കുറവ് കൊണ്ടും അസ്വസ്ഥതകൾ കൊണ്ടുമാണ് വരാതിരുന്നത്. മനസ്സിലായോ? തല്ലി കിട്ടും. അല്ല സ്നൈപ്പർ ഇവിടെ നിൽക്കുന്നേ, അതാണ് ഈ സമയമാകുമ്പോ പിന്നെ കാണാൻ. കാരണം സായിപ്പിവിടെ നിൽക്കണ്ട ഈ സമയത്ത്. ഈ സമയത്തൊക്കെ പറയണേ ഈ പറയണ എല്ലാരും ഇവിടെ ഉള്ള പോലെയാണ്. ഇല്ല ഞാൻ ഇവിടെ തന്നെ ഞാനൊരു കാര്യം പറയാം. CCTV ക്യാമറയില് ഇവിടുന്ന് ഏതൊക്കെ അവന്മാര് ഏതൊക്കെ സമയത്ത് പോകുന്നുണ്ടെന്ന് കൃത്യമായിട്ട് ഞാൻ കാണുന്നുണ്ട്. നീ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായാലും ബ്ലെയിം ചെയ്യണ്ട. എല്ലാ അവന്മാരും ഇത് തന്നെ. ഡീമാ നീ ഇത് തന്നെ 2 ദിവസമായിട്ട് നീ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ 24 മണിക്കൂർ ആക്ടിവിറ്റീസ് കാണിക്കണം. അതാണ് സംഭവം. അല്ല അത് സത്യം. ആശില്ല, ആശിന് വലിയ പെണ്ണില്ല. ഇപ്പൊ എനിക്കില്ല സ്നൈപ്പ്. ഞാൻ നിങ്ങളുടെ കൂടെ നടക്കൂലോ ഇന്ന്. ആശ് നല്ല ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം കേട്ടാ. എന്തിനു പറയുന്നത്? നല്ല ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. ജുഗുറു പിന്നെ ഇടക്കൂടെ വലിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവനെ പെൺപിള്ളേര് ചാരിയിരിക്കും, അതിന്റെ ഇടയിൽ പോയി ചുഗുറും ചാരിയിരിക്കും. എന്നിട്ട് നമ്പർ മേടിക്കും. അന്ന ഇവന് ഓവറായിട്ട് സംസാരിക്കാൻ അറിയത്തില്ല. അപ്പൊ ഇവൻ എന്തൊക്കെയുണ്ട് വിശേഷം അങ്ങനത്തെ ചെറിയ ചെറിയ സംസാരം.